ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ പോളിനോമിയലുകൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ആ പോളിനോമിയലിൻ്റെ സീറോസ് എല്ലാം ആ ഫീൽഡിൽ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഒരു പോളിനോമിയൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതായത് അതിന് ഇ എന്ന് പറയുന്ന ഫീൽഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറോസ് എല്ലാം ഇയിൽ ഉണ്ടാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിനെ ലീനിയർ ഫാക്ടർ ആക്കാൻ കഴിയുമെങ്കിൽ, ലീനിയർ ഫാക്ടർ ആക്കാന്നൊക്കെ പറയുക എന്ന് വെച്ചാൽ ഇ എക്സിൽ അതിനെ ലീനിയർ ഫാക്ടർ ആക്കുക, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീറോസും ഇയിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഇ എക്സിൽ എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ഡിസ്കസ് ചെയ്തിരുന്നു. തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതായിരുന്നു, ഒരു ഇ എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്, എഫിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് എന്താണ്, എല്ലാ ഓട്ടോമോർഫിസവും, അതായത് എഫിൽ ഉള്ള, എഫ് ക്ലോഷറിലുള്ള, വെരി ഇമ്പോർട്ടൻറ്റ്, എഫ് ക്ലോഷറിലുള്ള എല്ലാ ഓട്ടോമോർഫിസും ഇയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. അതായത് ടോ എന്ന് പറയുന്ന ഒരു ഓട്ടോമോർഫിസ് ഉണ്ട് എങ്കിൽ, ടോ എന്ന് പറയുന്ന ഒരു ഓട്ടോമോർഫിസ് ഉണ്ട് എഫ് ക്ലോഷറിൽ നിന്നും, എഫ് ക്ലോഷറിലൊക്കെ ആയിരിക്കും അത് ഉണ്ടാകുക. കാരണം എന്താണ്, നമുക്ക് എവരി ആൾജിബ്രായിക് ക്ലോഷർ ഈസ് ഐസോമോർഫിക് ടു അത് അല്ലേ, ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രകാരം മോളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും, ഐസോമോർഫിക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ആൾജിബ്രായിക് ക്ലോഷറുകൾ. അപ്പം ഇവിടെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, ടോ എഫ് ക്ലോഷർ ടു എഫ് ക്ലോഷർ എന്ന് പറയുന്നതിനെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും ഇയിൽ നിന്നും ഇയിലേക്ക്. എപ്പം ഈ എന്താണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെങ്കിൽ, അതല്ല എല്ലാ ഓട്ടോമോർഫിസവും, എവിടുത്തെ ഓട്ടോമോർഫിസം, എഫ് ക്ലോഷറിലുള്ള ഓട്ടോമോർഫിസത്തിനെ നമുക്ക് ഈ ഇയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എന്നുള്ള രണ്ട് കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്, ഇത് നമുക്ക് ഉപയോഗിക്കാണ്ട് എല്ലായിടത്തും. അതുപോലെ തന്നെ പിന്നെ സ്പ്ലിറ്റിംഗ് എന്താണെന്നും നമ്മൾ പഠിച്ചു, അതിൻ്റെ എക്സാമ്പിളുകളും ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഈ തിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊറോളറിയാണ്. എന്താണ് കൊറോളറി? ഇ എന്ന് പറയുന്ന കുഞ്ഞാപ്പു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്, എഫിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ എല്ലാ ഇറഡ്യൂസിബിൾ പോളിനോമിയലും, അതായത് എഫ് എക്സിലെ എല്ലാ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സീറോ ഇയിലുണ്ട് എങ്കിൽ, നിർബന്ധമായിട്ടും ഇയിൽ അതിൻ്റെ ഒരു സീറോ ഉണ്ടാവണം. അങ്ങനെ സീറോ ഉണ്ട് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ആ പോളിനോമിയലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും ഇയിൽ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഒരു സീറോ ഇയിലുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ ഫാക്ടർ ആക്കി എഴുതാം. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സെട്ര, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇയിൽ തന്നെ എഴുതാൻ പറ്റും, ഇയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അതായത് എല്ലാ സീറോസും ഇതിലുണ്ട് എന്നുള്ള അർത്ഥം, സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളവർക്ക് ഈ എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു സീറോ, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് എക്സിൻ്റെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലുണ്ട്, അതിൻ്റെ ഒരു സീറോ എവിടെ ഉണ്ടായിരിക്കും, ഇയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇയിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ആണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പ്രൂഫ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം എടുക്കുകയാണ്. നമുക്ക് എന്താണ് അറിയുന്നത്, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എന്നറിയാം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സപ്പോസ് ഈ എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ തിയറം എന്താ പറഞ്ഞിട്ടുള്ളത്, സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ എല്ലാ ഓട്ടോമോർഫിസവും
എവരി ഓട്ടോമോർഫിസം അല്ലേ, മോളിൽ പറഞ്ഞിട്ടുള്ള തിയറം പ്രകാരം എല്ലാ ഓട്ടോമോർഫിസവും, ഏതിൻ്റെ ഓട്ടോമോർഫിസം, എഫ് ക്ലോഷറിലുള്ള എല്ലാ ഓട്ടോമോർഫിസവും ഇൻഡ്യൂസ് ചെയ്യിക്കും അല്ലേ, ഇൻഡ്യൂസസ് ആൻ ഓട്ടോമോർഫിസം ഓഫ് എഫ് ഇ അല്ലേ, ഓട്ടോമോർഫിസം ഓഫ് ഇ. ഇയിൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്തു, അങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ സിഗ്മ എന്ന് പറയുന്നതാണ് ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ എന്നുള്ളതാണ് ഓട്ടോമോർഫിസം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ സിഗ്മ ഇയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എഫ് ഓഫ് എക്സ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട് എന്ന് എടുക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ് എന്നെടുത്തു. എന്താണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. അതിനൊരു സീറോ ഉണ്ടായിരിക്കും. ഏതാണ് സീറോ എന്ന് പറയുന്നത്? ഞാനെടുത്തു ആൽഫ. അത് ഈലുണ്ട്, ഒരു സീറോ എങ്കിലും എവിടെ ഉണ്ടാവണം, ഈലുണ്ടാവണം എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയും ഞാൻ എടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം ഈ കൺസെപ്റ്റ് പ്രകാരം, ഓട്ടോമോർഫിസത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം സിഗ്മ ഓഫ് ആൽഫ അല്ലേ, സിഗ്മ എന്ന് പറയുന്ന ഒരു ഓട്ടോമോർഫിസം ഇൻഡ്യൂസ് ചെയ്യും. എങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്യും? കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ലക്ഷ്മി? ക്ലിയർ ആവുന്നുണ്ടല്ലോ, കട്ടായി പോകുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം സിഗ്മ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ഇയിൽ നിന്നും ഇയിലേക്കുള്ള ഒരു ഓട്ടോമോർഫിസമാണ്. അങ്ങനെയാണ് എങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഇയിലുള്ള സീറോ ആണ് എഫ് എക്സിൻ്റെ. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഓഫ് ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം സീറോസ് മാപ്പ് ടു സീറോ. ഐസോമോർഫിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സീറോയിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സീറോ മാപ്സ് സീറോ. അതായത് സിഗ്മ ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈയിലുള്ള ഒരു എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എന്തുമാണ്? സീറോ ഓഫ് എഫ് ഓഫ് എക്സും ആണ്. ദാറ്റ് മീൻസ് അതായത് എവ്രി സീറോസ് എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ സീറോസും ഈയിൽ തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ? That is every zeros of f of x are in ഈലുണ്ട് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും thus എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ക്യാൻ ബി, കാരണം എല്ലാ സീറോയും ഈലുണ്ട് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടറൈസ് ഇൻ ടു ലീനിയർ ഫാക്ടർ അല്ലേ, ലീനിയർ ഫാക്ടർ ആക്കി എഴുതാൻ പറ്റും. എവിടെ ലീനിയർ ഫാക്ടർ ആക്കാൻ പറ്റും? ഇ എക്സിൽ, ഇ ഓഫ് എക്സിൽ അല്ലെങ്കിൽ ഇ എക്സിൽ ലീനിയർ ഫാക്ടർ ആക്കി എഴുതാൻ പറ്റും. അതിൻ്റെ മീനിങ് എന്താണ്? ലീനിയർ ഫാക്ടർ ആക്കി എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ലീനിയർ ഫാക്ടർ എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ഇൻ ഇ അല്ലേ? ഈ കാര്യമാണ് നമ്മൾ പ്രൂഫിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതും പ്രൂവ് ചെയ്തതും. ഓക്കെ, അടുത്തത് ഇനി എന്താ റിസൾട്ട് നോക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ല എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം ചോദിച്ചോണമെന്നില്ല. പക്ഷേ സാധാരണഗതിയിലൊരു എല്ലാവർക്കും ഒരു വെറുതെ തല പുണ്ണാക്കുന്ന ഒരു ചെറിയ എസ് എ ക്വസ്റ്റ്യൻ ആണിത്. ഷോർട്ട് എസ് എ ആയിട്ടോ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനിൽ എ ബിയിൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആണ്. ഓക്കെ, അങ്ങനെ ചോദിക്കാറുണ്ട്. എ ബിയിൽ 10 മാർക്കെങ്കിലും മിനിമം നേടാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പക്ഷേ എഴുതാനും കുറച്ചേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ആക്കും. ഓക്കെ, എന്താണ് കൊറോളറി നോക്കാം. റിസൾട്ട് സ്റ്റേറ്റ് എന്താ? ഇ എന്ന് പറയുന്നത് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഐസോമോർഫിസം ഇയിൽ നിന്നും എഫ് ക്ലോഷറിലേക്ക് ഒരു ഐസോമോർഫിസം ഉണ്ട്, ലീവിങ് എഫ് ഫിക്സഡ്. അതെന്തായിരിക്കും? ഒരു ഓട്ടോമോർഫിസം തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ അത് വേറൊരു രീതിയിൽ പറയാം. ഇൻ പെർട്ടിക്കുലർ കേസിൽ ഇ എന്ന് പറയുന്ന സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ്
ഫൈനൈറ്റ് ഡിഗ്രി ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇൻഡെക്സ്? ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഐസോമോർഫിസം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐസോമോർഫിസം ലീവിങ് എ ഫിക്സഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് അല്ലേ? ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത്. പക്ഷേ അതേമാതിരി തന്നെയാണ് നമ്മളൊന്ന് പഠിച്ചാണ് ജി ഓഫ് ഇ ഓവർ എഫ്. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഗാൽവാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഓട്ടോമോർഫിസം ആണ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം എവിടെ നിന്നുള്ള? ഇയിൽ നിന്നുള്ള ഓട്ടോമോർഫിസം ആണ്. അവിടെ എന്ത് ഫിക്സഡ് ആയിരിക്കും? എഫ് ഫിക്സഡ് ആയിരിക്കുന്ന ഓട്ടോമോർഫിസം. ഇനി മോഡുലസ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? നമ്പർ ഓഫ് അല്ലെങ്കിൽ അല്ലേ നമ്മൾ പറയാം കാർഡിനാലിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓട്ടോമോർഫിസം ലീവിങ് എഫ് ഫിക്സഡ്. നമ്പർ ഓഫ് ഓട്ടോമോർഫിസം ഓഫ് ഇ ലീവിങ് എഫ് ഫിക്സഡ്. ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഐസോമോർഫിസം ലീവിങ് എഫ് ഫിക്സഡ്. ഓക്കെ, രണ്ടും ശ്രദ്ധിക്കണം, ഡൗട്ട് ഇല്ലല്ലോ അതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ള സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എങ്കിൽ ഇൻഡെക്സും ഗാൽവാസിൻ്റെ കാർഡിനാലിറ്റിയും ഗാൽവാസ് ഗ്രൂപ്പിൻ്റെ കാർഡിനാലിറ്റിയും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂഫ് നമ്മൾ 10 മാർക്കിനകത്തും 10 മാർക്കാണ് കൊടുക്കലാണ്. കാരണം ഇത് ഒരു കൺഫ്യൂഷൻ ആക്കുന്ന ഒരു റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ചിലവർക്ക് സിമ്പിളാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യൂല, അത്ര നമ്മളെന്തോ വലിയ സംഭവമാണ് എന്ന് ഓർത്ത് വെക്കും. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യം ഇതാണ്. അതായത് ഇ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എഫിൻ്റെ. അതുപോലെ തന്നെ എല്ലാ ഐസോമോർഫിസവും എവിടെ നിന്നും? സ്പ്ലിറ്റിംഗ് ഫീൽഡായ ഇയിൽ നിന്നും സബ് ഫീൽഡിലേക്ക്. ഓക്കെ, എഫ് ഫിക്സഡ് ആയിട്ടുള്ള എഫ് ക്ലോഷറിൻ്റെ സബ് ഫീൽഡിലേക്കുള്ള എല്ലാ ഐസോമോർഫിസും അത് എന്തെന്നാണ്? ഒരു ഓട്ടോമോർഫിസം തന്നെയാണ്. ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഐസോമോർഫിസം ഓൺ ടു ഇ. ഇയിലേക്ക് തന്നെയുള്ള ഒരു ഐസോമോർഫിസത്തിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ഗുഡ്. ഓക്കെ, അപ്പം ഓട്ടോമോർഫിസം തന്നെയാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എങ്കിൽ ഡിഗ്രി, അതായത് ഇൻഡെക്സ് ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? അതായത് ഇൻഡെക്സ് ഈക്വലാണ്. ഏത് കുഞ്ഞാപ്പൂവിന് ഈക്വലാണ്? നമ്പർ ഓഫ് ഓട്ടോമോർഫിസം അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ഗാൽവാസ് ഗ്രൂപ്പ്. ഗാൽവാസ് ഫീൽഡ് അല്ല, ജി ഓഫ് പി റേസ് ടു എൻ ആണ് ഗാൽവാസ് ഫീൽഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഫീൽഡ്. പക്ഷെ ഇവിടെ ഗാൽവാസ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം ഗാൽവാസ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഗാൽവാസ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സും നമ്പർ ഓഫ് ഐസോമോർഫിസം അല്ലെങ്കിൽ ഇൻഡെക്സും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെയുള്ള ഐസോമോർഫിസം നമ്മളെടുത്ത് എവരി ഐസോമോർഫിസം ഈ ഓൺ ടു സബ് ഫീൽഡ് ഓഫ് ക്ലോഷറിലേക്കുള്ള ഇതാണ്. അതുപോലെ തന്നെ ഈൻ്റെ എക്സ്റ്റൻഷൻ ആണ് ആര്? എഫ് ക്ലോഷർ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ഓക്കെ, അപ്പം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു ഐസോമോർഫിസം എക്സ്റ്റൻഷൻ പറയുന്നത്? ഏതൊരു സിഗ്മ എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം ഉണ്ട്. ഇയിൽ നിന്നും ഒരു സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷറിലേക്കുള്ള ഒരു ഐസോമോർഫിസം ഉണ്ട്. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ പ്രകാരം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ എങ്ങോട്ട്? എഫ് ക്ലോഷറിൽ നിന്നും എഫ് ക്ലോഷറിലേക്ക്. ഇതെന്താണ്? ഒരു ഓട്ടോമോർഫിസമാണ്. ഓക്കെ, ഇതെന്താണ്? ഓട്ടോമോർഫിസം ആയിരിക്കും. അങ്ങനെ ഓട്ടോമോർഫിസമാണ്. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ ഇത് ഓട്ടോമോർഫിസമാണ് ഈ കുഞ്ഞാപ്പു. അതുപോലെ തന്നെ ടോ എന്താണ്? ഓട്ടോമോർഫിസം ആണ് എന്ന് കിട്ടി. ഇതൊക്കെ അതുപോലെ തന്നെ ഈ എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡുമാണ്. ഈ എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡുമാണ്. അപ്പം ഈ എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡും ടോ എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസമാണ് എന്നും കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ടോനെ നമുക്കറിയാം, മുമ്പത്തെ തിയറം പഠിച്ചിട്ടുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിലെ തിയറം ഞാൻ ആദ്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു. കാരണം അതുമെന്നാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. എന്തായിരുന്നു?
അതായത് ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എങ്കിൽ ക്ലോഷറിലുള്ള എല്ലാ ഓട്ടോമോർഫിസത്തിനെയും ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും, അതായത് ഈയിലേക്ക് ചുരുക്കാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ പ്രൂവ് ചെയ്തതുമാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടോ എന്ന് സിഗ്മ എന്ന സിഗ്മൻ്റെ എന്താണ് എക്സ്റ്റൻഷനാണ് സത്യത്തിൽ ടോനെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ടോ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഏതിൻ്റെ മുകളിൽ? ഈൻ്റെ മുകളിൽ. ഓക്കെ, ഈൻ്റെ മുകളിൽ. ദാറ്റ് മീൻസ് ഈൻ്റെ മുകളിൽ ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന ആൾ ആരെന്നെയാണ്? സിഗ്മനെയാണ് നമ്മൾ സത്യത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ടോൻ്റെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് ആരെന്നാണ്? സിഗ്മയാണ്. അങ്ങനെയാണ് എങ്കിൽ അതുകൊണ്ട് ഇംപ്ലൈ സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓട്ടോമോർഫിസം ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എങ്കിൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എങ്കിൽ എല്ലാ ഐസോമോർഫിസവും ഈയിലുള്ള എല്ലാ ഐസോമോർഫിസവും എന്തായിരിക്കും? ഓട്ടോമോർഫിസമാണ് എന്നാണ്. ഓക്കെ, അതിൻ്റെ മീനിങ് അങ്ങനെയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് മീനിങ്. ഓക്കെ, എവരി ഐസോമോർഫിസം ഓഫ് ഇ ഈസ് ആൻ ഓട്ടോമോർഫിസം. എപ്പം? കണ്ടീഷൻ ഈ എന്താണ് എങ്കിൽ, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഇത് നടക്കൂല. ഓക്കെ ഓക്കെ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ ആയി കഴിഞ്ഞു. ഇനി അങ്ങനെയാണ് എങ്കിൽ ഇ ഓഫ് നമ്പർ ഓഫ് ഇ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി ഐസോമോർഫിസം ഓഫ് ഈസ് ആൻ ഓട്ടോമോർഫിസം ലീവിങ് എ ഫിക്സ്ഡ്. ഇവിടെയൊക്കെ എഫ് ഫിക്സ്ഡ് ആണ് കേട്ടോ, എഫ് ഫിക്സ്ഡ്. അപ്പോൾ അതായത് നമ്പർ ഓഫ് ഐസോമോർഫിസം ഓഫ് ഇ ലീവിങ് എ ഫിക്സ്ഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഓട്ടോമോർഫിസം. നമ്പർ ഓഫ് ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് ജി ഓഫ് ഇ ഓവർ എഫ്. ഓക്കെ, ഇതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ബാസിമേ? ബാസിം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. മേഘ? ലക്ഷ്മി എന്താ കുഞ്ഞാപ്പോ? ലക്ഷ്മി എവിടെ പോയി? ഓക്കെ ആണ്. ഓക്കെ. അപ്പോൾ അടുത്തത് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. എങ്ങനെയാണ് എക്സാമ്പിൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം എക്സാമ്പിൾ, അപ്പോൾ സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ മുകളിലുള്ള എല്ലാ ഐസോമോർഫിസവും എല്ലാം ഓട്ടോമോർഫിസമാണ് എന്നാണ് തിയറത്ത് പറഞ്ഞത്. ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള കൺസെപ്റ്റ്സ്, അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണോ നോക്കുക. സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ മുകളിലുള്ള കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം കോൺജുഗേഷൻ ഐസോമോർഫിസ് ഒക്കെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ മുകളിലുള്ള കോൺജുഗേഷൻ ഐസോമോർഫിസ് ഒക്കെ ഓട്ടോമോർഫിസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഞാനിനി ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. കൺസിഡർ ദി ഫീൽഡ് Q of √2, √3. ഇത് ഏതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്? x² - 2ൻ്റെയും x² - 3ൻ്റെയും ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഈ കുഞ്ഞാപ്പുവിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ആര്? Q of √2, √3. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ തിയറം പ്രകാരം ഇവിടെയുള്ള ഐസോമോർഫിസം ഏതൊക്കെ ആയിരുന്നു? ഒന്ന് ഐഡൻറ്റിറ്റി ഐസോമോർഫിസം. ഇതിൽ Q ഫിക്സ്ഡ് ആണ് അല്ലേ? Q ഫിക്സ്ഡ് ആണ്, എല്ലാം ഫിക്സ്ഡ് ആണ്, പക്ഷേ നമ്മൾ Q ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ σ1 ആയിരുന്നു. σ1 ആയിരുന്നു Q of √2, -√2 അല്ല സോറി സൈൻ സഫിക്സ് √2, -√2 അല്ലേ? ഇതിലും ആര് ഫിക്സ്ഡ് ആണ്? Q ഫിക്സ്ഡ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് σ2, അതാരായിരുന്നു? കോൺജുഗേഷൻ ഐസോമോർഫിസം √3, -√3. ഇതിലും ആരാണ്? Q ആണ് ഫിക്സ്ഡ് അല്ലേ? ഓക്കെ,
അപ്പം അതിലും ആര് ഫിക്സഡ് ആണ്? ക്യൂ ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ സിഗ്മ 3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പോസിഷനാണ്. അതിലും ആര് ഫിക്സഡ് ആണ്? ക്യൂ ഫിക്സഡ് ആണ്. ദാറ്റ് മീൻസ് ഈ 4 ഫിക്സഡ് ആണ്. അതിൻ്റെ അർത്ഥം സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 കോമ അല്ലേ ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 ബൈ ദി തിയറം അബോവ് തിയറം പ്രകാരം ഓവർ ക്യൂ അല്ലെങ്കിൽ ലീവിങ് ക്യൂ ഫിക്സഡ് എന്ന് പറയുന്നത് ആരാണ്? 1 2 3 4 കുഞ്ഞാപ്പുകളാണ്. അതുപോലെ തന്നെ ഇവ തന്നെയാണ് നമ്മളുടെ ക്യൂ. എന്താണ്? ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ദാറ്റ് മീൻ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് അവിടെ? എല്ലാ എല്ലാ ഐസോമോർഫിസവും തന്നെയാണ്, ഓട്ടോമോർഫിസവും തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ ജി ഓഫ് കാർഡിനാലിറ്റി ഓഫ് ജി ഓഫ് അല്ലെങ്കിൽ ജി ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 ഓവർ ക്യൂ ലീവിങ് ക്യൂ ഫിക്സഡ് ആയിട്ടുള്ള കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്, ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഐഡൻറ്റിറ്റി സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഗ്രൂപ്പ് ആവുക എന്നുള്ളത് അല്ലേ? സിഗ്മ 1 സിഗ്മ 2 അതിൻ്റെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഐഡൻറ്റിറ്റി മാപ്പും വെച്ചിട്ട് അല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഗ്രൂപ്പ് ചെയ്തിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ കുഞ്ഞാപ്പുകളെ? എനിക്ക് ഓർമ്മയിലില്ല, മനസ്സിൽ ഓടുന്നില്ല. അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഐഡൻറ്റിറ്റി, അടുത്തത് സിഗ്മ 1, അടുത്തത് സിഗ്മ 2, അടുത്തത് സിഗ്മ 3 ചെയ്തിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇവിടെ ഐഡൻറ്റിറ്റി സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചെയ്തിട്ട് ക്ലോസ്ഡ് അണ്ടർ ഓപ്പറേഷൻസ് പറഞ്ഞിരുന്നോ? ഓക്കെ, എന്നാൽ മതി. എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെ എക്സാമിന് ചോദിച്ചാൽ നിങ്ങളോട് ഷോ ചെയ്യാനല്ല, എക്സാമിന് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നമുക്കത് ചെയ്താൽ ഈ ടൈം ടേബിൾ ടേബിൾ വരച്ച് വെക്കുന്നതിനൊക്കെ മാർക്കുണ്ട്. എല്ലാം മാർക്ക് ഇതാണ്. ഓക്കെ, ചില ഫാക്കൽറ്റീസും നല്ല കടുംപിടുത്തം പിടിക്കുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനത്തെവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം, ഇങ്ങനത്തെ ഒക്കെ വേണ്ടി വരും. ചിലർക്ക് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവുകയില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലവർ പിന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവും. ഇവിടെ ജി എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അല്ല, ക്യൂ ഓഫ് റൂട്ട് 2 എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. റൂട്ട് 2 കോമ റൂട്ട് 3. അതുകൊണ്ട് ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് എന്താണ്? ജിയിലുള്ള അതായത് എല്ലാ ഐസോമോർഫിസവും തന്നെയാണ് അവിടുത്തെ ഓട്ടോമോർഫിസം. നമുക്ക് പറയാൻ പറ്റും കാർഡിനാലിറ്റി ഓഫ് ജി ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 ഓവർ ക്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 തന്നെയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ഇൻഡെക്സ് ഓഫ് ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 ഓവർ ക്യൂ എന്ന് പറയുന്നത് ഇതും ഈക്വലാണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇതേ മോഡലിൽ പക്ഷേ നമുക്ക് എപ്പോഴും ഇത് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ക്യൂ ഓഫ് റൂട്ട് 2 കോമ റൂട്ട് 3 നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ ഏതാ എടുക്കാം. അത് നല്ലൊരു ഇതാണ്. അത് എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ നോട്ട് പിന്നീട് തരാം. എന്നാൽ ഇതുകൂടി കൂട്ടിയിട്ട് തരാം, ആകുമ്പോൾ സുഖമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പോളിനോമിയൽ കൺസിഡർ ചെയ്യാം. ഒരു പോളിനോമിയൽ എടുത്തു, എക്സ് ക്യൂബ് മൈനസ് 2. ഇതൊരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണ് ഇൻ ക്യൂ. ക്യൂവിൻ്റെ പോൾ ഇത് ക്യൂ ഓഫ് എക്സിലെ എലമെന്റ് ആണ്. ദിസ് ഈസ് ഇറെഡ്യൂസിബിൾ ആണ്. ഇതിൻ്റെ സീറോസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എക്സ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് 2 ഒരു 0 ആണ്. അതുപോലെ തന്നെ അടുത്ത ആളാരാ? ക്യൂബിക് റൂട്ട് 2 ഒമേഗ. അതുപോലെ തന്നെ ക്യൂബിക് റൂട്ട് 2 ഒമേഗ സ്ക്വയർ.
ഈ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാധാരണഗതിയിൽ ഒമേഗ എന്ന് പറയുന്നത് ക്യൂബിക്കിനനുസരിച്ചാണ്. അതായത് ക്യൂബിക് റൂട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബിക് യൂണിറ്റി എന്ന് പറയാറുണ്ട്. ക്യൂബിക് യൂണിറ്റി, അതായത് ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 കിട്ടുന്ന കുഞ്ഞാപ്പുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂബിക് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 പ്ലസ് അയട്ട റൂട്ട് 3/2 ഇതിനെയാണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ ആയിരിക്കും ഇതിന്റെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 കോൺജുഗേഷൻ എന്ന് പറയുന്നത് -അയട്ട റൂട്ട് 3/2. ഇതിനെയാണ് നമ്മൾ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കുഞ്ഞാപ്പു അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു -1 അയട്ട റൂട്ട് 3 എന്ന് എടുത്താൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്തെടുക്കും, -1 പ്ലസ് അയട്ട റൂട്ട് 3/2 അങ്ങനെ എടുക്കാറുണ്ട് ചില ഓതേഴ്സ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പാണ്. സാധാരണഗതിയിൽ ക്യൂബിക്ക് വരുന്ന പവേഴ്സിന്റെ സീറോസിൽ എപ്പോഴും ആ എലമെന്റും വരും, ആ എലമെന്റിന്റെ ക്യൂബിക്കും വരും ബാക്കി. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മിനിമം അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയ എത്ര സീറോസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം, 3 സീറോസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് x ക്യൂബിക് റൂട്ട് 2 കൊണ്ട് ഇതിനെ ചെയ്യാം. എക്സ് ക്യൂബ് -2 ചെയ്തിട്ട് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അതിനെ -b ± √3 അല്ലേ, -b ± √b² - 4ac/2a അത് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒമേഗ എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് കുഞ്ഞാപ്പ് കിട്ടും. ഓക്കെ, അതുപോട്ടെ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഇതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീറോസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അയട്ട വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കുഞ്ഞാപ്പൂവിനെ കൊണ്ട് നമുക്കൊരു ഫീൽഡ് ഉണ്ടാക്കാം, ക്യൂബിക് റൂട്ട് 2 എന്ന് പറയുന്ന ഫീൽഡ്. ഇതിൽ എലമെന്റ് ഏത് മോഡലാണ് ഉണ്ടാകുക, a+b ക്യൂബിക് റൂട്ട് 2 എന്ന് പറയുന്ന മോഡലിലാണ് ഉണ്ടാകുക. എയും ബിയും എവിടെയുള്ള എലമെന്റ് ആണ്, ക്യൂവിലുള്ള റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം ഈ കുഞ്ഞാപ്പൂ എടുത്താൽ ഇവിടെ എന്താ ഏറ്റവും വലിയ പ്രത്യേകത, a+b ക്യൂബിക് റൂട്ട് 2 എയും ബിയും ക്യൂവിലുള്ള എലമെന്റ്സ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞാപ്പുകൾ, അതായത് ഇവിടെയുള്ള ഈ കുഞ്ഞാപ്പും ഈ രണ്ടാളും ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, ഇതിൽ കണ്ടെയ്ൻ ചെയ്യില്ല, ഇതിൽ ഉണ്ടാവില്ല. വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂബിക് റൂട്ട് 2 ഉണ്ടാകുമോ? കാരണം എന്തുകൊണ്ട്, അയട്ട വരുന്നതുകൊണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ സ്ഥലമില്ല പോട്ടെ, ഒരു പേജ് ഉണ്ടാക്കാം. അതായത് ആരൊക്കെ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂബിക് റൂട്ട് 2 ഒമേഗ, അതുപോലെ തന്നെ ക്യൂബിക് റൂട്ട് 2 ഒമേഗ സ്ക്വയർ, ഇത് രണ്ടും ഒരിക്കലും അവിടെ ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂബിക് റൂട്ട് 2, അതിലില്ല. അപ്പം ഇവ അന്നപ്പോൾ എവിടെ ആയിരിക്കും ഉണ്ടാകുക, കാരണം ഇവിടെ നോക്കുക, ഇതിൻ്റെ കോമ്പിനേഷൻ നോക്കുക, ക്യൂബിക് റൂട്ട് 2 ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ അയട്ട റൂട്ട് 3 കൂടിയും വരുന്നുണ്ട്. അപ്പം ഈ എലമെൻറ്റുകളൊക്കെ എവിടെ ഉണ്ടായിരിക്കുക, ക്യൂബിക് റൂട്ട് 2, അയട്ട റൂട്ട് 3 ഈയിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ആരൊക്കെ ഉണ്ടാവുക, ഈ രണ്ട് എലമെൻറ്റും കൂടി പെടും. അപ്പോൾ എല്ലാ സീറോസും, അതായത് അപ്പം ക്യൂബിക് റൂട്ട് 2, ക്യൂബിക് റൂട്ട് 2 ഒമേഗ, ക്യൂബിക് റൂട്ട് 2 ഈ കുഞ്ഞാപ്പുകളെല്ലാം ഉണ്ടാവും ക്യൂബിക് റൂട്ട് 2, അയട്ട റൂട്ട് 3 ഇതിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പ് ആണ് ഈ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഏതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്, x³ - 2ൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പം ഇതിൻ്റെ ഓട്ടോമോർഫിസം സ്പ്ലിറ്റിംഗ് ഫീൽഡ്, അപ്പം ക്യൂബിക് റൂട്ട് 2
ക്യൂ ഓഫ് ക്യൂബിക് റൂട്ട് 2 എടുത്തിട്ടുണ്ട് എങ്കിൽ അത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് അല്ല. അപ്പം അതിലുള്ള എല്ലാ ഓട്ടോമോർഫിസവും അല്ലെങ്കിൽ എല്ലാ ഐസോമോർഫിസവും എന്തല്ല, ഓട്ടോമോർഫിസം അല്ല എന്നും നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് സെപ്പറബിൾ എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഇന്ന് എടുക്കണോ അല്ലെ പിന്നെ എടുത്താൽ മതിയോ? എടുക്കല്ലേ? എടുക്കല്ലേ? ആരും പറയില്ലേ? കുഴപ്പമില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ചടുപ്പുണ്ടോ ലക്ഷ്മി? ചടപ്പൊന്നുമില്ല സാർ. എന്നാ പോകാട്ടോ, ബാക്കി ആർക്കും ഇല്ലല്ലോ. മേഘ കുഞ്ഞാപ്പ പോയി തോന്നുന്നു. ഓക്കെ, അപ്പം എന്താണ് സെപ്പറബിൾ എക്സ്റ്റൻഷനിൽ ചെറിയൊരു കാര്യം കൂടിയും ഒരു തിയറോ ഒരു കൺസെപ്റ്റ്സും പറഞ്ഞാൽ നമുക്ക് നിർത്താം. അപ്പോൾ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയലാണ്. ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ 0 ആണ്. അതായത് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. അതിനാൽ ആ ആൽഫനെ 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ന്യൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ന്യൂ, പ്രത്യേകം ശ്രദ്ധിക്കണേ, 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി ന്യൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ന്യൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ന്യൂ എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആയിരിക്കണം. എങ്ങനത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ? എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും ആര്? എക്സ് മൈനസ് ടു ന്യൂ, എക്സ് മൈനസ് ആൽഫ റേസ് ടു ന്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ക്യൂ ഓഫ് എക്സിലുള്ള പോളിനോമിയൽ ഞാൻ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറുകൾ ഇപ്പം 2ഉം ഇവിടെ സീറോസ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു -1ഉം അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 2 ആണ് ഇവിടുത്തെ സീറോസ്. -1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്? സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി, 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റസ്റ്റ് ഫാക്ടർ, ഇതിൻ്റെ ഫാക്ടറായിട്ട് വരുന്ന ആരാണ്? സ്ക്വയറാണ്. മൾട്ടിപ്ലിസിറ്റി 2ഉം ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ്? 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി 1ഉം ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കൺസെപ്റ്റ്സ് ഉപയോഗിക്കുന്നത് എക്സ്റ്റൻഷൻ, അതായത് സെപ്പറബിൾ എക്സ്റ്റൻഷൻ്റെ കൺസെപ്റ്റ്സുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പുള്ള അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് തിയറങ്ങളും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇവിടെ ആദ്യത്തിൽ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി, 0 മൾട്ടിപ്ലിസിറ്റി എന്താണെന്നുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നിർത്തും. എന്താണ് തിയറം നോക്കാം. തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു പോളിനോമിയലുണ്ട്, അത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ സീറോസിനും സെയിം മൾട്ടിപ്ലിസിറ്റി ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് എങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ല, ഏതൊരു പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിസിറ്റിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇറഡ്യൂസിബിൾ എന്നുള്ള കണ്ടീഷൻ വെക്കുമ്പോൾ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പറയാറുണ്ട് ഓരോരോ സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഓരോരോ വസ്തുവിൻ്റെ പ്രോപ്പർട്ടി ഓരോന്നിന് കണ്ടീഷൻ വെക്കുമ്പോൾ അതിനുള്ള പ്രോപ്പർട്ടി, അല്ലേ? ഒരു വീടിന് വരെ നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടാണ് വീടുകൾ ഉണ്ടാക്കുക, ആണ്. അതെ, അതിന് അതിൻ്റേതായ പ്രോപ്പർട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോരോ വീടുകൾക്കും ഓരോരോ പ്രോപ്പർട്ടികളാണ്. ഓക്കെ, അപ്പോൾ അതേമാതിരി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണ് എങ്കിൽ അതിൻ്റെ സീറോസിനെല്ലാം സെയിം മൾട്ടിപ്ലിസിറ്റി ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് സെയിം മൾട്ടിപ്ലിസിറ്റി? അപ്പോൾ പ്രൂഫ് ഞാനെടുത്തു, എഫ് ഓഫ് എക്സ് എന്താണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയലും എന്നും എടുത്തു, ആൽഫയും ബീറ്റയും സീറോസ് ആണ് എന്നും എടുത്തു.
അങ്ങനെയാണ് എങ്കിൽ ആൽഫയും ബീറ്റയും എന്തുമാണ്? കോഞ്ചുഗേറ്റും ആണ് അല്ലേ? കോഞ്ചുഗേറ്റ്സ് ആണ്. കോഞ്ചുഗേറ്റ്സ് ആണ് എങ്കിൽ നമുക്കറിയാം ദർ എക്സിസ്റ്റ് കോഞ്ചുഗേഷൻ ഐസോമോർഫിസം സൈ സഫിക്സ് ആൽഫ കോമ ബീറ്റ ഫ്രം എഫ് ഓഫ് ആൽഫ ടു ഓൺ ടു എഫ് ഓഫ് ബീറ്റ, എഫ് ഓഫ് ആൽഫ ഓൺ ടു എഫ് ഓഫ് ബീറ്റ. ഇങ്ങനെ കോഞ്ചുഗേഷൻ ഐസോമോർഫിസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോഞ്ചുഗേഷൻ ഐസോമോർഫിസം വന്നിട്ടുണ്ട് എങ്കിൽ എന്താകും? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രകാരം എന്താണ്? തിയറം പ്രകാരം അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഒരു ടോ ഫ്രം എഫ് ക്ലോഷർ ടു എഫ് ക്ലോഷർ. ഓക്കെ, ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രകാരം അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം പ്രകാരം അതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസമാണ്. അങ്ങനെയാണ് എങ്കിൽ ടോ ഇൻഡ്യൂസ് ചെയ്യും ഒരു ഐസോമോർഫിസത്തിന്. ഇൻഡ്യൂസ് ഏതിൻ്റെ മുകളിൽ? ടോ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസോമോർഫിസം ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാം. ഏതിൻ്റെ മുകൾക്കാണ്? എഫ് എക്സ്, എഫ് ക്ലോഷർ എക്സ് ടു എഫ് ക്ലോഷർ എക്സ്, എഫ് ക്ലോഷർ എക്സ് ടു എഫ് ക്ലോഷർ എക്സ് ഇൻഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ടോ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ടോ എക്സ് ഓഫ് ആൽഫ എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും, കാരണം കോഞ്ചുഗേഷൻ ഐസോമോർഫിസം കൺസെപ്റ്റ്. അതുപോലെ തന്നെ ടോ എക്സ് ഓഫ് ബീറ്റ എന്തും ആയിരിക്കും? ആൽഫ ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കോഞ്ചുഗേഷൻ ഐസോമോർഫിസം എന്നൊന്നുമാണ് ഇത് ഉണ്ടായി വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഐസോമോർഫിസം ഞാൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ ഇനി അതങ്ങനെ ഉണ്ട് എടുത്തു. ഇനി ഞാൻ ചെയ്യാണ് ലെറ്റ് ന്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റിയാണ്. ഏതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയാണ്? ഏതിൻ്റെ? ആൽഫയുടെ മൾട്ടിപ്ലിസിറ്റിയാണ് എന്നെടുത്തു. ഓക്കെ, അതായത് ആൽഫ എന്ന് പറയുന്നത് സപ്പോസ് ചെയ്തു ഞാൻ ആൽഫ എന്ന് പറയുന്നത് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ന്യൂ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇനി ഇതുപയോഗിച്ചിട്ടുള്ള തരികിട അപ്ലൈ ചെയ്യാം. എന്താണ് ഇവിടുത്തെ തരികിട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു ന്യൂ എക്സിസ്റ്റ് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടി എക്സ് എക്സ് മൈനസ് ആൽഫ ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സെട്ര എക്സ് മൈനസ് ആൽഫ എന്നാണ്. അതായത് എത്ര ടൈംസ്? ന്യൂ ടൈംസ് അല്ലേ? ന്യൂ ടൈംസ് ആണ് ഇത് വരിക. ദാറ്റ് ഈസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസോമോർഫിസം ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഐസോമോർഫിസം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ടി എക്സ് ഓഫ് എക്സ് മൈനസ് ടി എക്സ് ഓഫ് ആൽഫ ഇൻറ്റു അല്ലേ ടി എക്സ് ഓഫ് എക്സ് മൈനസ് ടി എക്സ് ഓഫ് ആൽഫ ഇൻറ്റു എക്സെട്ര ടി എക്സ് ഓഫ് ആൽഫ മൈനസ് ടി എക്സ് ഓഫ് ആൽഫ ടി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് ടി എക്സ് ഓഫ് ആൽഫ. ഇത് എത്ര ടൈംസ് ആണ്? ന്യൂ ടൈംസ് അല്ലേ? ഇത് ന്യൂ ടൈംസ് ആണ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ന്യൂ ടൈംസ് ആണ് എങ്കിൽ നമുക്ക് ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ കുഞ്ഞാപ്പ് എങ്ങനെ ആയിരിക്കും? ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ടോ എക്സ് ഓഫ് ബീറ്റ ഹോൾ റേസ് ടു ന്യൂ ടൈംസ് ആണ് ന്യൂ. ഓക്കെ, ടി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് ആണ്. എക്സ് മൈനസ് ടി എക്സ് ഓഫ് ആൽഫ ബീറ്റ അല്ല ആൽഫയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഹോൾ റേസ് ടു ന്യൂ എന്ന് കിട്ടി. അപ്പം ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ്. എന്താണ് അസ്യൂം ചെയ്യുന്നത്? ലാംഡയാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ. ബീറ്റൻ്റെ മൾട്ടിപ്ലിസിറ്റി ലാംഡയാണ് എന്ന് അസ്യൂം ചെയ്തു. സപ്പോസ് ബീറ്റ എന്ന് പറയുന്നത് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ലാംഡ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാംഡ ഈസ് ഗ്രേറ്റസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പറാണ്, ഇൻറ്റീജറിനെയാണ് നമ്മൾ എന്ത് വിളിപ്പിക്കുക? മൾട്ടിപ്ലിസിറ്റി എന്ന് പറയാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ് മൈനസ് ന്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ. ന്യൂനെയും കാട്ടിൽ എന്തായിരിക്കണം? വലുതായിരിക്കണം ലാംഡ എപ്പോഴും, കാരണം ബീറ്റൻ്റെ മൾട്ടിപ്ലിസിറ്റി ആയതുകൊണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ടി എക്സ് ഓഫ് എക്സ് മൈനസ് ബീറ്റ ഹോൾ റൈസ്ഡ് ടു ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം വാല്യൂ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? തൊട്ട് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ടി എക്സ് ഓഫ് എക്സ് മൈനസ് ടി എക്സ് ഓഫ് ബീറ്റ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഹോൾ റൈസ് ടു ലാംഡ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ടി എക്സ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ ഹോൾ റൈസ് ടു ലാംഡ. പക്ഷേ നമുക്ക് എക്സ് മൈനസ് ആൽഫ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫാക്ടറാണ് എഫ് എക്സിൻ്റെ. പക്ഷേ നമ്മളുടെ കൺസെപ്റ്റ്സ് പ്രകാരം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എക്സ് മൈനസ് ആൽഫൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആൽഫൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഇത് ന്യൂ ആണ്. അത് എന്തായിരിക്കണം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആയിരിക്കണം അല്ലേ? ഗ്രേറ്റസ്റ്റ് ആയിരിക്കണം അല്ലേ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആയിരിക്കണം. അപ്പം മൾട്ടിപ്ലിസിറ്റി ന്യൂ ആയതുകൊണ്ട് തന്നെ ന്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ സച്ച് ദാറ്റ് എക്സ് മൈനസ് ആൽഫ ഈസ് എ ഫാക്ടർ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ന്യൂ എന്താണ് എന്ന് കിട്ടി? ന്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ. ഫ്രം ഇവിടെ നിന്നും ഇത് 1 എന്നും എടുത്തു, ഇതിനെ 2 എന്നും എടുത്തു. ഈ രണ്ട് കണ്ടീഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ന്യൂ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടിക്കഴിഞ്ഞു. Therefore എന്താണ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ ആൻഡ് ലാംഡ ആർ ഈക്വൽ. രണ്ടും എന്താണ്? ഈക്വലാണ്. മൾട്ടിപ്ലിസിറ്റി ഈക്വലാണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.